ഈ വീഡിയോയിൽ ക്വിക്കായിട്ട് കുറച്ച് ഗ്ലോബൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ റഷ്യ 479 ഡ്രോണുകൾ ഉക്രൈൻ്റെ ഉള്ളിൽ അയച്ചിരുന്നു എന്ന് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് റഷ്യ ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻ്റെ ഉള്ളിൽ സർവൈലൻസിന് വേണ്ടി അയച്ചതാണ്. അതായത് അവരുടെ ടാർഗറ്റുകൾ എവിടെയൊക്കെയുള്ള ടാർഗറ്റുകൾ അറ്റാക്ക് ചെയ്യണമെന്ന് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ട് അവർ വിട്ടതാണ് ഈ ഒരു 479 ഡ്രോണുകൾ. അതായത് എക്സാക്ട്ലി ഉക്രൈൻ പറയുന്നത് 499 ഡ്രോണുകൾ എന്നാണ്. 499 ഡ്രോണുകൾ വിട്ടിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് എടുത്തിട്ട് എൻറ്റയർ ഉക്രൈനിൽ ആക്രമണം നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നിട്ട് കൃത്യമായിട്ട് 2 ഏരിയ മാത്രം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനാണ് തീരുമാനിച്ചത്. അതിലൊന്ന് കീവ് എന്ന് പറയുന്നത് ഉക്രൈൻ്റെ തലസ്ഥാന നഗരം, അതുപോലെ തന്നെ ഒഡേഷ എന്ന് പറഞ്ഞത് താഴെ ആ ഒരു ബ്ലാക്ക് സീയോടുകൂടി ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം. ഈ 2 സ്ഥലങ്ങളുമാണ് റഷ്യ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തത്. അവിടെ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിലുള്ള ആക്രമണം. ഇത് നടത്തിയത് ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ 10-ാം തീയതി, അതായത് 9-ാം തീയതി ടു 10-ാം തീയതി, ആ 10-ാം തീയതി പുലർച്ചെ 1 മണിക്ക്, രാത്രി 1 മണിക്കാണ് ആക്രമണം നടത്തിയത്. ആ ഒരു ടൈമിൽ ഏതാണ്ട് 1:34 AM KH-47M2 കാറ്റഗറിയിൽ വരുന്ന മിസൈലുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. അവിടെയും ഡ്രോൺ ആക്രമണങ്ങൾ വീണ്ടും നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ മിസൈൽ ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഉക്രൈന്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ കീവ് നഗരത്തിലെ ഏറ്റവും കൂടുതൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് റഷ്യ ടാർഗറ്റ് ചെയ്തത് എന്നാണ് ഉക്രൈൻ പറയുന്നത്. ഇത്രയും നാളും കീവ് നഗരത്തെ റഷ്യ ആക്രമിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഉക്രൈന്റെ സെലൻസ്കിയുടെ അടുത്ത് തന്നെ ചോദിക്കണം. കാരണം ഉക്രൈന്റെ സെലൻസ്കി ആണല്ലോ ഓപ്പറേഷൻ സ്പൈഡർ നടത്തിയത്. ആ സ്പൈഡർ നടത്തിയതിന്റെ പരിണിത ഫലമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഒഡേഷ നഗരത്തിൽ ഒരു ഹോസ്പിറ്റൽ, അതായത് ഈ പ്രഗ്നന്റ് വിമൻസിനെ കെയർ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലാണ് അറ്റാക്ക് ചെയ്ത് തകർത്തതായിട്ട് ഉക്രൈൻ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. നാറ്റോ മെമ്പർഷിപ്പ് വെച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ ഒരേ ഒരു രാജ്യമാണ് എപ്പോഴും ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. നാറ്റോയ്ക്ക് ഒട്ടും ചേരാത്ത രീതിയിലുള്ള ഒരു മെമ്പറായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇസ്താൻബുൾ, തുർക്കിയാണ്. കാരണം തുർക്കി ശരിക്കും നാറ്റോ രാജ്യത്തിൽ ചേരേണ്ടതാണോ എന്നുള്ള ഡൗട്ട് തന്നെ നമുക്ക് പലപ്പോഴും വരും. കാരണം ഒരു യൂറോപ്പിന്റെ ഒരു എൻട്രി അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആ തുർക്കി ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ, ആ സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആയതുകൊണ്ടാണ് അതിനെ നാറ്റോയിൽ ചേർത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ള നിലയിലാണ് എർദോഗന്റെ പെരുമാറ്റം. കാരണം എർദോഗൻ നാറ്റോയോടാണ്, ഇപ്പൊ എർദോഗൻ നാറ്റോയിലെ അംഗമാണ്. അപ്പൊ അതുകൊണ്ട് ഉക്രൈനുമായിട്ടുള്ള ആ ഒരു പീസ് ടോക്കുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായ രീതിയിൽ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ റഷ്യ എന്ന രീതിയിൽ എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന തായിബ് എർദോഗൻ, ക്രീമിയ ഉക്രൈൻ്റെതാണെന്നൊക്കെ വിളിച്ച് പറയുന്ന തായിബ് എർദോഗൻ ഇപ്പം റഷ്യയുടെ അടുത്ത് നിന്ന് ബ്ലാക്ക് ഹോക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഹെലികോപ്റ്റർ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഓൾറെഡി തന്നെ റഷ്യയുടെ അടുത്ത് നിന്ന് S-400 മേടിച്ച് വെച്ചിട്ടുണ്ട് തായിബ് എർദോഗൻ. ഇപ്പൊ റഷ്യയുടെ അടുത്ത് തന്നെ ഇപ്പം ഈ ഒരു ബ്ലാക്ക് ഹോക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഹെലികോപ്റ്റർ കൂടെ മേടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വാർത്തയും വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നാറ്റോ എന്ന് പറഞ്ഞ ഒരു സംഘടന തന്നെ രൂപപ്പെട്ടത് ഈ സോവിയറ്റ് യൂണിയൻ ആയിട്ടിരുന്ന ഈ ഒരു റഷ്യക്ക് എതിരെയാണ്. അതായത് USSR എന്ന് പറഞ്ഞ ആ ഒരു ജോയിന്റ് ഗ്രൂപ്പ് വികസിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാറ്റോയ്ക്ക് രൂപം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ തുർക്കിയെ അടുപ്പിക്കാതെ വെച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു വിഷയത്തെ നമുക്ക് കാണാം. അതാണ് യൂറോപ്യൻ യൂണിയൻസ് എക്കാലത്തും ഈ ഒരു തുർക്കിയെ എടുത്ത് വെളിയിൽ തന്നെ വാതിലിന്റെ വെളിയിൽ ഇങ്ങനെ ചവിട്ടി പുറത്താക്കി നിർത്തിയിരിക്കുന്നത്. കാരണം ഇതിന്റെയൊക്കെ വാല് എത്ര കുഴലിലിട്ടാലും ഇത് വീണ്ടും വീണ്ടും കുഴൽ മാറ്റുമ്പോൾ ചുരുണ്ട് പോകുന്ന ഒരു ടൈപ്പാണ്. ആ ഒരു ഇനമാണ് തുർക്കി. അതായത് ഇരട്ടത്താപ്പിന്റെ ആശാനാണ് ഈ തുർക്കി ഭരിക്കുന്ന തായിബ് എർദോഗൻ. അത് വളരെ വ്യക്തമാണ്. യൂറോപ്യൻ യൂണിയന്റെ സൈഡിൽ നിന്ന് ഒരു ആരോപണം ആർക്കെതിരെ എന്ന് പറഞ്ഞാൽ ജപ്പാനെതിരെയാണ്. ജപ്പാനെതിരെ വെച്ചിരിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6 ലക്ഷം ബാരൽ ഇതുവരെ ജപ്പാൻ റഷ്യയുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ടുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയന്റെ സാങ്ഷൻസിനെയൊക്കെ മറികടന്നുകൊണ്ട് ജപ്പാൻ 6 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ റഷ്യയുടെ പക്കൽ നിന്ന് മേടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. നമുക്കിത് വലിയ സർപ്രൈസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല. ഇന്ത്യ ധാരാളം ഓയിൽ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യക്കെതിരെ യൂറോപ്പിന് അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ കൃത്യമായ മറുപടി കൊടുക്കാൻ നമുക്കൊരു ഫോറിൻ മിനിസ്റ്റർ അവിടെ ഇരിപ്പുണ്ട്, ജയശങ്കർ. വളരെ വ്യക്തമായിട്ട് നോസ് കട്ട് മറുപടിയൊക്കെ മേടിച്ചിട്ട് നമ്മുടെ നിന്ന് പോയതാണ് യൂറോപ്യൻ യൂണിയൻ. ഇന്ത്യ ആ ഓയിൽ മേടിച്ച് റിഫൈൻ ചെയ്തിട്ട് വീണ്ടും അത് യൂറോപ്പിന് തന്നെയാണ് വിറ്റിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയോട് നടക്കില്ല ഇത്, ജപ്പാനോട് അവരിങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്കാണ് ജപ്പാൻ ഏതാണ്ട് 3 ബില്യൺ ഉക്രൈന് വാഗ്ദാനം ചെയ്തത്. എന്നിട്ടും ഇതാണ് അവരുടെയൊക്കെ ഒരു കൺസിഡറേഷൻ. ഈ കാണുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ ബോഡീസ്, ആ സോൾജേഴ്സിന്റെ ബോഡി, ആ രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ സോൾജേഴ്സിന്റെ ബോഡി ഇപ്പോഴും ഇതേപോലെ ചാക്കിൽ കെട്ടി അടുക്കി വെച്ചിരിക്കുകയാണ് ഈ ട്രക്കുകളിൽ. ഈ ഒരു അവസ്ഥ ദയനീയ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതായത് ഏതാണ്ട് $35,000 ഒരു ഭടന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും സെറ്റിൽമെന്റ് ആയിട്ട് കൊടുക്കുക. അതിപ്പോ ഈ ഒരു ശരീരം കൈമാറുമ്പോൾ തന്നെ കൊടുക്കേണ്ടി വരും.
അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിനകത്ത്. $35,000 ഇൻറ്റു 6,000 സോൾജേഴ്സ് നിങ്ങളൊന്ന് ഗുണിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു എമൗണ്ടിന്റെ ആ ഒരു ഭീകരത മനസ്സിലാവും. അതിലുപരിയായിട്ട് മരിച്ചു എന്ന് സ്ഥിരീകരിച്ചത് ആ ദിവസം മുതലുള്ള പെൻഷനും കൂടി കൊടുക്കേണ്ടി വരും. പിന്നെ തുടർച്ചയായിട്ട് എല്ലാ മാസവും മന്ത്ലി അല്ലെങ്കിൽ ടേം എങ്ങനെയാണോ ഉക്രൈൻ്റെ ആ ഒരു പെൻഷൻ വിതരണ രീതി അതനുസരിച്ച് ക്വാർട്ടർലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ 6 months അല്ലെങ്കിൽ ഇയർലി പെൻഷൻ കൊടുക്കേണ്ടി വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഉക്രൈനിലെ സെലൻസ്കി പെട്ടിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ജനപിന്തുണ ഇടിയാനുള്ള ഒരു പ്രത്യേക മാർഗമായിട്ട് ഇതിനെ കണ്ടുകൊണ്ടാണ് ശരിക്കും പുടിൻ ഈ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഇത് വെറുതെ മൃതശരീരങ്ങൾ അല്ലെങ്കിൽ ജീവനത്തെക്കുറിച്ച് ശരീരങ്ങൾ എന്ന് കണ്ടാൽ പോരാ. ഇത് ശരിക്കും ഒരു പൊളിറ്റിക്സിൽ വളരെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് വ്ളാഡിമിർ പുടിൻ സെലൻസ്കിക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യക്കുള്ളിൽ ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഒരുങ്ങുന്നു എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് പറഞ്ഞു പോവാം. സാറ ആഡംസ്, ഈ സാറ ആഡംസ് എന്ന് പറയുന്നത് യു എസിൽ പഴയ CIA ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അവർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് 9-ാം തീയതി ഏതാണ്ട് 4 മണിയോട് അടുപ്പിച്ചാണ് അവർ ആ പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇട്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യക്കുള്ളിൽ ഒരു മാരകമായ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഒരുങ്ങുന്നു. അത് അഫ്ഗാനിസ്ഥാനിൽ കാബൂളിലാണ് അതിൻ്റെ ഗൂഢാലോചന നടക്കുന്നത് എന്നാണ് അവർ പോസ്റ്റിൽ കുറിച്ചിരുന്നത്. ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ പറഞ്ഞ് അവർ പോസ്റ്റിൽ കുറിച്ചിരുന്നു. CIA ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഇത് മുൻകൂട്ടി അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ എന്തെല്ലാം നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്റലിജൻസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമേരിക്കൻ ഇന്റലിജൻസ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മുൻ ഉദ്യോഗസ്ഥയ്ക്ക് ഈ രീതിയിലൊരു പോസ്റ്റിൽ കുറിക്കാൻ പറ്റിയത്. ശരിക്കും ആ ഒരു പോസ്റ്റ് ഈ ഒരു ആക്രമണത്തിനെ തടയാൻ കാരണമായി തീർന്നു വരെ നമുക്ക് കരുതാൻ കഴിയും. കാരണം അവർ ആ പോസ്റ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അറ്റാക്ക് നടന്നേനെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതലായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കിയപ്പം നമുക്ക് മനസ്സിലാക്കി ബംഗ്ലാദേശും പാകിസ്ഥാന്റെ ISIയും കൂടെ ചേർന്നിട്ടാണ് കാബൂളിൽ ഈ ഒരു ഗൂഢാലോചന നടത്തിയത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ളിൽ ഒരു ആക്രമണത്തിന് തന്നെയാണ് പദ്ധതി ഒരുക്കി വെച്ചിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ABT എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് ബംഗ്ലാദേശിൽ. ഇത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട സംഘടന തന്നെയാണ്. പിന്നെ ഇവർക്ക് തീർച്ചയായിട്ടും ISIയുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതിലൊരു തീവ്രവാദിയാണ് ഇടയ്ക്ക് തുറന്നു വിട്ടത്, ജഷിമുദ്ദീൻ റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തി. ആ വ്യക്തിയാണ് അതിൻ്റെ നേതാവ്. ഞാൻ ഇന്നലെ മ്യാൻമറും ഇന്ത്യൻ ബോർഡറും തമ്മിൽ ആ ഒരു മണിപ്പൂറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെ ആൾക്കാരെല്ലാം മണിപ്പൂരിലെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമന്റുകളാണ് ഇട്ടത്. പക്ഷെ നമ്മൾ പറഞ്ഞ വീക്ഷണം തന്നെ വേറെയാണ്. കാരണം മ്യാൻമറും ഇന്ത്യയും ചേർന്ന് കിടക്കുന്ന ഞാൻ കിലോമീറ്റർ കണക്കിൽ കറക്റ്റായിട്ട് ആ മാപ്പ് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗങ്ങൾ അരുണാചൽ പ്രദേശ്, മിസോറാം, ഈ ഭാഗങ്ങളിലൊക്കെ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് മ്യാൻമറുമായിട്ട്. ആ ബോർഡർ ഷെയർ ചെയ്യുന്ന ആ ഭാഗങ്ങളിൽ അമേരിക്കയുടെ ട്രെയിനിങ് നടക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അമേരിക്ക മാത്രമല്ല, അവിടെ ആ ഭാഗങ്ങളിൽ ISIയുടെ ഇൻവോൾവ്മെന്റും കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്, ത്രൂ ചൈന. കാരണം ചൈനയാണ് മ്യാൻമറിൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ ജുങ്ത ഗാർഡ് എന്ന് പറഞ്ഞ ആ ഒരു ഫോഴ്സുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചൈനയുടെ സപ്പോർട്ടോടുകൂടി ISI അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന വിഷയത്തിൽ അതിൻ്റെ കോർ മനസ്സിലാക്കുക. അല്ലാതെ ഇന്റർണൽ പൊളിറ്റിക്സ്, ഇന്ത്യയിൽ നടക്കുന്ന പൊളിറ്റിക്സുമായിട്ടും ഞാൻ പറയുന്ന വാർത്തകൾക്ക് ഒരു ബന്ധവുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ISI ടീമുകളുടെ ബന്ധം, അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ABTയുടെ ലീഡറായിട്ടുള്ള ഈ ജഷിമുദ്ദീൻ റഹ്മാനി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഈ മ്യാൻമറിൽ ഈ ISI ക്യാമ്പ് സന്ദർശിച്ച് മടങ്ങിയതായിട്ടുള്ള തെളിവുകളുണ്ട്. അപ്പം അവിടെ നിന്ന് മടങ്ങിയ ആൾ നേരെ പോയത് കാബൂളിലേക്കാണ്. അപ്പം ഈ കാബൂളിൽ ഈ ജഷിമുദ്ദീൻ റഹ്മാനി, അതായത് ഈ ABT ഈ ബംഗ്ലാദേശിലുള്ള ഈ തീവ്രവാദി, അതിലുപരിയായിട്ട് ISIയുടെ സ്പോൺസറിങ്ങിൽ വരുന്ന കുറച്ച് ISIയുടെ സ്പോൺസറിങ്ങിൽ വരുന്ന കുറച്ച് തീവ്രവാദികൾ, യുവമാരെല്ലാം കൂടെ കൂടിച്ചേർന്നാണ് കാബൂള് ആസ്ഥാനമാക്കി എടുത്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്കും ഉള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പ് അത് തകർക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാൻ ത്രൂ നടക്കുന്നത് പോലെ ഒരു ആക്രമണം ഇന്ത്യക്കുള്ളിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതാണ് അവർ പദ്ധതി ഇട്ടിരുന്നത്. ആ പദ്ധതിയാണ് പൊളിച്ചടിക്കുക. അമേരിക്കൻ ഇന്റലിജൻസ് ഉടനെ തന്നെ ഈ CIA ഒരു മുൻ അധികാരി ഈ പോസ്റ്റ് ഇട്ടപാടെ അവരപ്പം തന്നെ ഇൻഫർമേഷൻ അഫ്ഗാനിസ്ഥാന് പാസ് ചെയ്ത് കൊടുത്തു. അഫ്ഗാനിസ്ഥാൻ പോലീസ് ഫോഴ്സിനെ ഇറക്കി. അവർ രാത്രി തന്നെ ഒരു കൂട്ടം ആൾക്കാരെ അറസ്റ്റ് ചെയ്ത്, മറ്റേ ISIസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും കൂടിയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ചോണം, അത് ഗ്ലോബലി ഇവന്മാർ ഒരുമിച്ച് എവിടെ ആക്രമണം നടത്തണമെങ്കിലും ഇവരൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒറ്റ യൂണിറ്റി ആയിട്ട് ചിന്തിക്കുന്ന തീവ്രവാദമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതിനെയാണ് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്. ഈ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഗാസയിലായാലും കശ്മീരിലായാലും സെയിം ആറ്റിറ്റ്യൂഡ് തന്നെ, അതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. ടെക്സസിലും ഇപ്പോൾ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും ട്രംപിന്റെ ഫെഡറൽ ഫോഴ്സിൽ നിന്നും 1700 ഭടന്മാരെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് മെറൈൻ ഫോഴ്സ് എന്ന് പറഞ്ഞ ആ ഫോഴ്സിൽ നിന്നും ഏതാണ്ട് 700 പേരെയും കൂടി അഡീഷണൽ ആയിട്ട് അയച്ചിട്ടുണ്ട് കാലിഫോർണിയയിലേക്ക്.
കാലിഫോർണിയ ഗവർണർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള താക്കീത് ട്രംപിന്റെ ഭാഗത്തുനിന്ന്, അതായത് കാലിഫോർണിയ ഗവർണറെ വരെ ഞാൻ മാറ്റിക്കളയും എന്നുള്ള രീതിയിലാണ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ്. അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കൂടുതൽ ഇങ്ങനെ കിടന്ന് വിളഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചകത്താക്കുന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഈ മരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരില്ലേ, ഈ മറ്റേ മരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, അവന്മാരുടെ വിളയാട്ടമാണ് ഈ ഒരു കലാപത്തിന്റെ പിന്നിലെന്നാണ് പൊതുവിൽ ഇപ്പം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചോണം, ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യാം. ഇതിനകത്ത് സൈബർ ട്രക്കാണ്. ഒരു സൈബർ ട്രക്കിലാണ് ഈ പോരാട്ടക്കാരന്മാർ അവരുടെ ഫ്ലാഗ് കുത്തി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ഇത് വേറൊരാളുടെ ട്രക്കൊന്നുമല്ല, ഈ ട്രക്കിന്റെ ഓണറെ കൊണ്ട്, ഈ ട്രക്കിന്റെ ഓണർക്ക് മാത്രമേ ഈ ഒരു സൈബർ ട്രക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഇത് റിമോട്ട്ലി ഇപ്പം ഇത് മോട്ടിച്ചുകൊണ്ട് വന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിമോട്ട്ലി ഇത് ലോക്ക് ചെയ്യാൻ പറ്റും. സൈബർ ട്രക്ക് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്. ഇത് സ്വന്തം ഓണർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കറക്കുന്നത്. അല്ലാതെ വേറൊരുത്തൻ്റെ ട്രക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇങ്ങനെ പ്രോഡക്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് ആരും പോയി ഇങ്ങനെ കറക്കത്തില്ല. ഈ ഒരു ഇല്ലീഗൽ എമിഗ്രന്റ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് ഇത്രമാത്രം പോർഷായിട്ട് ജീവിക്കാൻ പറ്റുന്നെങ്കിൽ അവിടെ എന്താണ് പരിപാടി? ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നും സ്റ്റുഡന്റ് ആയിട്ട് പോയിട്ട് പാർട്ട് ടൈം ആയിട്ട് ഒരു മണിക്കൂറിന് ഇത്ര ഡോളർ എന്ന് വെച്ച് പണിയെടുക്കുന്ന ആ ജോലി ചെയ്ത് ജീവിക്കുന്നവനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഹ്യൂമാരുടെ പണിയെല്ലാം അത് തന്നെയാണ്. ഞാൻ പറഞ്ഞ അവർ മറ്റേ മരുന്ന് കച്ചവടം, ഈ കച്ചവടത്തിന്റെ ആൾക്കാരാണ് ഇപ്പൊ ഇവരുടെ പൊറുതി മുട്ടിയത് കൊണ്ട് ഇപ്പൊ ഈ കച്ചവടങ്ങളൊക്കെ തകൃതിയായിട്ട് നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അതിന്റെ വെപ്രാളത്തിൽ ഇറങ്ങി തിരിച്ചതാണ് ഈ ഒരു പ്രൊട്ടസ്റ്റുമായിട്ടെന്നാണ് ഇപ്പോൾ പൊതുവിൽ വാർത്തകൾ വരുന്നത്. അപ്പൊ ട്രംപ് ശക്തമായ നടപടിയെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിശക്തമായ നടപടിയെടുക്കും, ഒരുത്തനെ പോലും വിടത്തില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ടിറങ്ങുന്നത്. അടിച്ചമർത്ത് തന്നെ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കൂടെ പാവങ്ങളായിട്ട് കുറെ ആൾക്കാർ ഈ ഡെമോക്രാറ്റിക് പാർട്ടികളുടെ അവർ കുറച്ച് പാവങ്ങളായിട്ടുള്ള ഇല്ലീഗൽ എമിഗ്രന്റിനെ ഇറക്കിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും അവർക്ക് നല്ല രീതിയിൽ അടി കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഇതിന്റെ പുറകിലുള്ള യഥാർത്ഥ കളി മറ്റേ ആൾക്കാർ കളിക്കുന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനകത്ത് ഹാഫ് ട്രൂത്ത്, അതായത് കുറച്ച് ആൾക്കാരെ നിയമപരമല്ലാത്ത രീതിയിൽ ട്രംപിന്റെ സർക്കാർ ഡീൽ ചെയ്യുന്നതായിട്ടുള്ള ചില പരാതികളൊക്കെ വരുന്നുണ്ട്. അതിലൊരു കൂട്ടർ ഈ സ്റ്റുഡൻസ് വിസയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർ, അതുപോലെ തന്നെ ഈ ഒരു പാലസ്തീൻ അനുകൂലികളായിട്ട് ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ ഇതിന്റെ ടാർഗറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിലും അത് റിവോക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ള പരാതിയാണ് ആ സൈഡിലുള്ളത്. അവരെയൊക്കെ പിന്തുണയ്ക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പാവങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ പെടുത്തുന്നുണ്ട് അവർ. അത് വേറെ വിഷയം. അതായത് ഇമോഷണലായിട്ട് ഇങ്ങനെ പെരുമാറിയിട്ട് സ്റ്റുഡൻസ് ആണ്, അവർക്ക് ഈ പ്രായത്ത് പല രീതിയിൽ ചോരത്തിളപ്പിൽ അവർ ഈ കൊടിയൊക്കെ പൊക്കിക്കൊണ്ട് ഇങ്ങനെ പാലസ്തീൻ അനുകൂലം, ഇസ്രായേലിനെതിരെ, അതേപോലെ ഹമാസിനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വരും. അതിന്റെ ഷോളും കാര്യങ്ങളൊക്കെ പൊതച്ചുകൊണ്ട്. പക്ഷെ അവരറിയുന്നില്ല. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് പെരുമാറുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ആ എത്തിക്സ് മാത്രം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കാരണം ഇവിടെ ഗാസയിൽ നടക്കുന്ന പ്രശ്നം ഇസ്രായേലും ഗാസയും തമ്മിലുള്ള പ്രശ്നമാണ്. അതിന് അമേരിക്കയിൽ കിടന്ന് കൊടി പൊക്കിയിട്ട് യാതൊരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം തീരുമാനമെടുക്കുന്നത് ഇസ്രായേലാണ്. അതും ശക്തമായ രീതിയിൽ ഗാസയിലെ എക്സ്പാൻഷൻ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവിടെ കിടന്ന് കൊടി പൊക്കിയിട്ട് ഉള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നാട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന് പകരം ഇച്ചിരി ബുദ്ധി വിവരം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പഠിച്ച് പഠനം പൂർത്തിയാക്കുക, അതാണ് ചെയ്യേണ്ടത്. 4 വർഷത്തേക്ക് ട്രംപ് ഉണ്ടെങ്കിൽ 4 വർഷം ഇത് ഫോളോ ചെയ്യേണ്ട സാഹചര്യമാണ്. അതാണ് ശരിക്കും ഈ സ്റ്റുഡന്റ് മനസ്സിലാക്കേണ്ടത്. ഗ്രേറ്റ തൻബർഗിനെ കുറിച്ച് ട്രംപ് ഒരു പരാമർശം പറഞ്ഞിരിക്കുന്ന വേറെ ഒന്നുമില്ല. ഗ്രേറ്റ തൻബർഗ് ഭയങ്കര ദേഷ്യക്കാരിയാണ്, അവർക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ കുറയ്ക്കാം എന്നാണ് പറഞ്ഞു വെച്ചത്. അതൊരു പറഞ്ഞു വെച്ചാൽ ഇസ്രായേലിന്റെ എയർപോർട്ടിൽ നിന്ന് അവരെ ഡീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഇസ്രായേലിനെ ഗണ്ണിച്ചുകൊണ്ടും ഗാസയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അവർ സംസാരിച്ചത്. വളരെ ദേഷ്യത്തിലാണ് സംസാരിച്ചത്. അവർക്ക് ആ സംസാരിക്കാനുള്ള ആരോഗ്യം തന്നെ അവർക്കും ഇസ്രായേൽ എയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് സപ്ലൈ, മനസ്സിലായോ? സാൻഡ്വിച്ച് ഒക്കെ കൊടുത്താണ് അവർക്ക് കുറച്ച് ആരോഗ്യമൊക്കെ വന്നത്. കാരണം അവർ ലോങ് ട്രാവൽ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ അവരെ പകുതി വഴിയിൽ വെച്ചിട്ടാണ് ഇസ്രായേലിന്റെ IDF തടഞ്ഞു പിടിച്ച് അവരെ കൊണ്ടുപോയി അവരെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തിരുത്തിയിട്ട് പിന്നെ ഇപ്പോൾ ഡീപ്പോർട്ട് ചെയ്ത് വിട്ടത്. ട്രംപ് അവരെ ശരിക്കും മോക്ക് ചെയ്യുന്നതാണ്. കാരണം ട്രംപ് ഭരണത്തിൽ വന്ന സമയത്താണ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന രീതിയിൽ ഇവരുടെ ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, UN കൊണ്ടുവന്നിട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഫോറത്തിൽ വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ അതൊക്കെ ഈ ന്യൂസുകളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഗ്രേറ്റ തൻബർഗിന്റെ എൻട്രി, അതിന് അന്ന് ട്രംപ് കൊടുത്ത മറുപടി എന്താണെന്നുള്ളത്. ആ ഒരു നിലപാടിൽ തന്നെയാണ് ട്രംപ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ രസകരമായ ഒരു ഫോട്ടോ ഗ്രേറ്റ തൻബർഗിൻ്റെതും ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ പൗരന്മാരെ പിടിച്ചുകൊണ്ട് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ലേഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോട്ടോയും ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ 2 ഫോട്ടോയും കമ്പയർ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ രസകരമായി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതെടുത്ത് ഇവിടെ പങ്കുവയ്ക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ മീഡിയയ്ക്ക് വേണ്ടി കരയുന്ന ഒരു വ്യക്തി, അതാണ് ഗ്രേറ്റ തൻബർഗ്. മറ്റേ വ്യക്തി ഹമാസിന്റെ തീവ്രവാദി സാധാരണ വീട്ടിലിരുന്ന ഒരു ലേഡിയെ വലിച്ചഴിച്ച് കൊണ്ടുപോയി അവരെ ജീപ്പിന്റെ ബാക്ക് സൈഡിൽ കയറ്റി ഇരുത്തി വെച്ചിരിക്കുന്ന ആ ഒരു രംഗം. ആ കരച്ചിലും ഈ കരച്ചിലും തമ്മിലുള്ള
രണ്ട് കണ്ണുനീരുകൾക്കുമുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഫോട്ടോ പ്രചരിപ്പിക്കുന്നത്. വളരെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് വന്നതാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇവിടെ ഒന്ന് പങ്കുവച്ചെന്നേ ഉള്ളൂ. ഇറാൻ ഇസ്രായേൽ വിഷയം കുറച്ചുകൂടെ ചൂടേറുന്ന ഒരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഇറാൻ ഏതാണ്ട് 800 മിസൈലുകൾ ചൈനയുടെ പക്കൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഓൺ ദ വെയിലാണെന്നാണ് പറയുന്നത്. 800 മിസൈൽ ചൈനയുടെ അടുത്ത് നിന്നും ഇറാൻ വാങ്ങുന്നുണ്ട്. അതായത് മിക്കവാറും ഈ ഒരു 800 മിസൈലിന് വേണ്ടിയിട്ടായിരിക്കും ഇസ്രായേൽ അവിടെ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായല്ലോ. അതാണ് ഈ ഒരു 800 മിസൈൽ അർജന്റായിട്ട് ഇറാൻ ചൈനയുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള കാരണമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വൈകാതെ തന്നെ ഈ ഒരു 800 മിസൈൽസിന്റെ ഒരു ഷോ, നമുക്ക് ഒരു സ്പെഷ്യൽ ഷോ അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ മാലപ്പടക്കം ഷോ നമുക്ക് കാണാൻ കഴിയും. വൈകാതെ തന്നെ കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും കുറേ വാർത്തകളൊക്കെ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.